തോന്നിയില്ലേ? ശരിക്കും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കടലിൽ ഇറങ്ങി തിരമാലകൾക്ക് മുകളിലൂടെ ചാടാൻ ശ്രമിച്ചും കൈകോർത്ത് പിടിച്ചും ആർത്തിരമ്പി വന്ന തിരമാലകളെ പുല്ലുപോലെ അതിജീവിച്ച് മുന്നോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ കുറേ നേരം ആ കടലിൽ മുങ്ങിയും താഴ്ന്നും കളിച്ചു. അതിനുശേഷം കയൽ വന്നപ്പോൾ ലതയുടെ കണ്ണൻ ചേട്ടൻ അത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, മാഡം, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. മാമിൻ്റെ മോട്ടിവേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ വൈഫിനും മറ്റ് സ്ത്രീകൾക്കുമൊക്കെ കടലിൽ ഇറങ്ങാൻ സാധിച്ചത്. പുലിക്കുട്ടി പോലെയല്ലേ കടലിൽ ചാടുകയെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. ഞാൻ എന്ത് മോട്ടിവേഷനാണ് ഇവിടെ ചെയ്തതെന്ന് ആലോചിച്ച് നിന്നുപോയി. എൻ്റെ സ്വതസിദ്ധമായ സ്വഭാവം കൊണ്ടാണ് ഞാൻ അവിടെ നിന്നവരെ എല്ലാവരെയും കടലിൽ ചാടാനായിട്ട് വിളിച്ചത്. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയും ജോയിൻ ചെയ്യാൻ പറയും. കാരണം ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ചെറിയൊരു നാണമോ ഭയമോ ഒക്കെ കൊണ്ട് ധൈര്യമായി മുന്നോട്ട് വരത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരു കൈ കൊടുത്താൽ അവർ കൂടെ കൂടിയേക്കും. എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ആരും കൂടെ ഇറങ്ങിയില്ലെങ്കിലും തനിയെ ഇറങ്ങാനുള്ള ധൈര്യം എനിക്കുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ ഞാൻ തനിയെ പോയി ചെയ്യുകയും ചെയ്യും. പക്ഷേ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായി എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ സത്യമാണ്. എത്ര ഭംഗിയുള്ള കാഴ്ചകളും കളികളും ഒക്കെ ഒരാളോട് പറഞ്ഞ് രസിക്കുമ്പോൾ ആ ഹാപ്പിനെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. എനിവേ, നടുക്കടലിൽ വെച്ച് കുറച്ച് സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്ത കാര്യം പറഞ്ഞു. തായ്ലൻഡ് ടൂറിന് ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് പോയത്. പരിചയമുള്ളവർ ആരുമില്ലായിരുന്നു. എങ്കിലും തായ്ലൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ വേഗം ഒരു ഫാമിലിയായി കൂട്ടായി. അങ്ങനെ ഞങ്ങൾ ഗൾഫ് ഓഫ് തായ്ലൻഡിലെ കോറൽ ഐലൻഡിൽ പോയി. നല്ല ഇളം പച്ചയും നീലയും കലർന്ന വെള്ളത്തിൽ ഇടതടവില്ലാതെ നുരഞ്ഞു പൊങ്ങി ആർത്തലച്ചു വരുന്ന തിരമാലകൾ കണ്ടപ്പോൾ ആ കടലിലേക്ക് ചാടി ഇറങ്ങാനാണ് തോന്നിയത്. ഞാൻ നോക്കുമ്പോൾ കുറച്ച് പുരുഷന്മാർ മാത്രമേ കടലിലുള്ളൂ. എൻ്റെ സിസ്റ്ററിനെ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് വിളിച്ചിട്ട് അവൾ വന്നില്ല. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മറ്റ് സ്ത്രീകളെയും വിളിച്ചു, ആരും വന്നില്ല. പക്ഷേ ഞാൻ തനിയെ വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ച് കടലിലിറങ്ങി. ഈ കടലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ തിരമാലകൾ നമ്മളെ തള്ളിക്കൊണ്ട് കരയ്ക്ക് കൊണ്ടിടും, അല്ലാതെ കടലിലോട്ട് നമ്മളെ ഊർത്തിക്കൊണ്ട് പോകത്തില്ല. അത് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു ഈ കടലിൽ. ഞാൻ കടലിൽ ചാടുന്നതും മറ്റും നോക്കി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരോട് കൂടെ കടലിൽ ഇറങ്ങാനായിട്ട് വിളിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു, പിന്നെ വേറൊരാൾ, അങ്ങനെ 4 പേർ കൂടി കടലിൽ ഇറങ്ങി വന്നു. എൻ്റെ പൊന്നെ, എന്നാ നല്ല രസമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തേകിയും തിരമാലകളുടെ മുകളിൽ കൂടി ചാടാൻ ശ്രമിച്ചും ഒക്കെ എൻജോയ് ചെയ്തു. ഞാൻ കടലിൽ ഇറങ്ങിയ സമയത്ത് വളരെ കുറച്ച് പെൺകുട്ടികൾ സ്വിം സൂട്ടും ഒക്കെ ഇട്ടിട്ട് കടലിൽ ഇറങ്ങിയിരുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ കൺസെപ്റ്റിൽ കടലിൽ ഇറങ്ങാനും എൻജോയ് ചെയ്യാനും സ്വിം സൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ ഇറങ്ങിയാൽ ഒന്നും സംഭവിക്കത്തില്ല. ചുരിദാറും ജീൻസും ടോപ്പും ഇട്ടോ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കടലിലും സ്വിമ്മിംഗ് പൂളിലും ഒക്കെ ചാടാം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സൗകര്യം മാത്രം നോക്കിയാൽ മതി. ഞങ്ങൾ 5-6 സ്ത്രീകൾ ചുരിദാറും ജീൻസും ഒക്കെ ഇട്ട് കടലിൽ ഇറങ്ങുന്നത് കണ്ടപ്പോൾ വേണ്ട സാരി ഉടുത്ത സ്ത്രീകളും സ്കേർട്ടും ബ്ലൗസും ഇട്ട സ്ത്രീകളും പോലും കടലിൽ ഇറങ്ങിയെന്നേ. കണ്ടല്ലോ, അതാണ് വേണ്ടത്. ഞാൻ കടലിൽ ചാടിയ സമയത്തോ ആളുകളെയൊക്കെ കൂടെ ചാടാൻ വിളിച്ചപ്പോഴും ഒന്നും മോട്ടിവേഷൻ്റെ കാര്യമൊന്നും ഞാൻ ഓർത്തതേയില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഓർക്കാതെ ചെയ്തതാണ്. കടലിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ അവരൊക്കെ ആലിസാൻഡ് കാരണമാണ് ഞങ്ങൾക്ക് കടലിൽ ചാടാനും സന്തോഷിക്കാനും ഒരു ലാസ്റ്റിംഗ് മെമ്മറി ഉണ്ടാക്കാനും കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ലതയുടെ കണ്ണൻ ചേട്ടന് നന്ദി പറയുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്തതിന്. അപ്പോൾ തായ്ലൻഡിലെ കൂടുതൽ വിവരങ്ങളുമായി വരുന്നത് വരെ ബൈ.